ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നു ഡിജിറ്റൽ അവാർഡ്സ് കൊടുത്തു തുടങ്ങുന്നത് മൈൽ സ്റ്റോൺ മേക്കേഴ്സ് ആണ്. കഴിഞ്ഞ വർഷം നമ്മൾ തുടങ്ങി. അതിൻ്റെ അകത്ത് തന്നെ ഞാൻ ആദ്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്ത ഭരതനാട്യം എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ബെസ്റ്റ് OTT സിനിമ കിട്ടി. അതിന്റെ സെക്കൻഡ് ഇയർ ആയപ്പോഴത്തേക്കും വീണ്ടും ഭരതനാട്യം പോലെ തന്നെ അത്യാവശ്യം വളരെ ഗംഭീരമായിട്ട് OTTയിൽ സ്ട്രീം ചെയ്യപ്പെട്ട അഭിലാഷം എന്ന് പറഞ്ഞ റൊമാൻറ്റിക് സിനിമയ്ക്ക് ആ പടത്തിൽ അഭിനയിച്ചതിന് എനിക്ക് ബെസ്റ്റ് ആക്ടർ കിട്ടുന്നു. സോ ഒരു ഭയങ്കര ഫീലാണ്. പിന്നെ ഡിജിറ്റൽ അവാർഡ്സ് അത് പലരും ഡിജിറ്റൽ ഏരിയയെ അങ്ങനെ കൺസിഡർ ചെയ്തിട്ടില്ലായിരുന്നു ഈ അവാർഡ്സിലൊക്കെ. അത് തുടങ്ങിയത് അതാണ് മൈൽ സ്റ്റോൺ മീഡിയ ആണ്. സോ ഹാറ്റ്സ് ഓഫ് ടു ദം. ആൻഡ് ഇത് ഇനിയും വളരട്ടെ, ഇതിനേക്കാളും വലിയ അവാർഡ് ഫംഗ്ഷൻസ് ആയി മാറട്ടെ, ഇനിയും ഇതിനേക്കാളും വലിയ ക്രൗഡ് ഉള്ളൊരു സംഭവമായി മാറട്ടെ. അപ്പോ നമുക്ക് ആക്ച്വലി നമ്മുടെ ഒരു അവാർഡ് ഇപ്രാവശ്യം കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ആൻഡ് ദ കാറ്റഗറി ഈസ് ബെസ്റ്റ് ആക്ടർ OTT മൂവി. ഓക്കെ, സോ ഈ ഒരു അവാർഡ് കയ്യിൽ കിട്ടുമ്പോൾ ഈ ഒരു ടാഗിൽ അല്ലെങ്കിൽ ഈ ഒരു ടൈറ്റിൽ കാണുമ്പോൾ എന്താ തോന്നിയത്? ഒരുപാട് സന്തോഷം തോന്നുന്നു. കാരണം എനിക്ക് കുട്ടിക്കാലത്ത് സ്കൂളിൽ പഠിക്കുമ്പോഴും കോളേജിൽ പഠിക്കുമ്പോഴും ഒന്നും അങ്ങനെ അവാർഡ്സ് കിട്ടിയിട്ടില്ല. കാരണം ഒന്നിലും അങ്ങനെ ഒരു എല്ലാത്തിലും ഒരു ആവറേജ് ഒക്കെ ആയിരുന്നു. അപ്പം പിന്നെ ഞാൻ അത്ര കോമ്പറ്റീറ്റീവ് ആയിരുന്നില്ല.